വൺ മോർ ടൈപ്പ് ക്ലിപ്പർ സർക്യൂട്ട് നമുക്ക് നോക്കാനുണ്ട്. ദറ്റ് ഈസ് കോമ്പിനേഷണൽ പാരലൽ ക്ലിപ്പർ. ഓക്കെ, നമ്മൾ പാരലൽ ക്ലിപ്പർ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്. അത് ബയാസ്ഡ് പാരലൽ ക്ലിപ്പർ വരെയാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. ദെൻ ഇൻ ദിസ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് കോമ്പിനേഷൻ പാരലൽ ക്ലിപ്പർ ആൻഡ് ക്ലാമ്പർ സർക്യൂട്ട് ആൻഡ് ഓൾസോ വി വിൽ സ്റ്റാർട്ട് ട്രാൻസിസ്റ്റർ 2. Okay, so in combination parallel clipper, it is a combination of two clipper. Okay, parallel ആയിട്ടുള്ള two biased clipperന്റെ ഒരു കോമ്പിനേഷൻ ആണ്. So I will draw one example. Okay. This is question number 1. Consider this is the first diode. With 4 voltage drop, and I am using a 10 sin omega t, and there is a resistor, and there is one more diode circuit. And this is in opposite direction, and this is 5 volt, and we are taken output across this. Okay, fine. So this is the circuit. So I want to get the output waveform and transfer curve. Okay, this is the signal. So this is minus 10 voltage, 0, and this is plus 10 voltage. So this is a combinational parallel clipper with biasing. Okay, here both diode D1 and D2 are in reverse bias. അല്ലേ, D1 and D2 in reverse bias ആണ്, even if there is no signal. അപ്പോൾ D1 and D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഇനി പോസിറ്റീവ് സൈക്കിൾ എന്താണ് സംഭവിക്കുക, നെഗറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇൻ പോസിറ്റീവ് സൈക്കിളിൽ ഡയോഡ് D2 എന്ന് പറയുന്നത് മോർ റിവേഴ്സ് ബയാസ് ആക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണല്ലോ, കാരണം ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് വരുവാണെന്ന് വിചാരിക്കുക. ഡയോഡ് D2 ഈസ് ഓൾറെഡി റിവേഴ്സ് ബയാസ് ഡ്യൂ ടു ദിസ് 5 വോൾട്ടേജ് സപ്ലൈ. ഈ 5 വോൾട്ടേജ് സപ്ലൈ മൂലം ഓൾറെഡി ഇത് റിവേഴ്സ് ബയാസിലാണ്. ദെൻ ഓൾസോ ഐ എം ഗിവൺ ഹിയർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. സോ അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു മോർ പോസിറ്റീവ് അറ്റ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് ദ ഡയോഡ്. സോ ഈ സർക്യൂട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഇത് എപ്പോഴും ഓപ്പൺ സർക്യൂട്ട് തന്നെയായിരിക്കും ഇൻ പോസിറ്റീവ് സൈക്കിളിൽ. then we consider the first branch കൺസിഡർ ചെയ്യുമ്പോൾ ഡയോഡ് D1 എന്ന് പറയുന്നത് അപ് ടു 4 വോൾട്ടേജ് വരെ റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ് ടു 4 വോൾട്ടേജ് വരെ റിവേഴ്സ് ബയാസ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 4 വോൾട്ടേജ് വരെ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ് ടു 4 വോൾട്ടേജ് വരെ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുമോ കിട്ടാതിരിക്കുമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? അപ് ടു 4 വോൾട്ടേജ് വരെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയാമോ? അശ്വതി, ഒന്ന് പറയാൻ പറ്റുമോ? പോസിറ്റീവ് സൈക്കിളിൽ എന്തായിരിക്കും എൻ്റെ സിഗ്നലിന്? ഹലോ, അശ്വതിക്ക് ഒന്ന് പറയാമോ? പോസിറ്റീവ് സൈക്കിളിൽ എങ്ങനെയായിരിക്കും സിഗ്നലിന്? ഗ്രീഷ്മ, നിങ്ങൾ ഓൺലൈനിലല്ലേ? ദേവിക, ആരെങ്കിലും ഒന്ന് പറയാമോ പോസിറ്റീവ് സൈക്കിൾ എന്താണ് സംഭവിക്കുന്നതെന്ന്? ആ പറഞ്ഞു.
അപ് ടു 4 വോൾട്ടേജ് തന്നെ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയ കാരണം ഇൻപുട്ട് തന്നെയായിരിക്കും. ഓക്കെ, സോ അപ് ടു 4 വോൾട്ടേജ് വരെ എനിക്ക് ഇങ്ങനെ സിഗ്നൽ കിട്ടും പോസിറ്റീവ് സൈക്കിളിൽ. 4 വോൾട്ടേജ് കഴിഞ്ഞാലോ എന്തായിരിക്കും ചെയ്യുക? 4 വോൾട്ടേജ് തന്നെയായിരിക്കും. കാരണം എന്താണ്, ഈ ഡയോഡ് D1 ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദെൻ ഡയോഡ് D1 ക്ലോസ്ഡ് സർക്യൂട്ട് ആയ ഈ 4 വോൾട്ടേജിന് ഒരു സെല്ലിന് അക്രോസ് ആയിട്ട് എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, ഫൈൻ. സോ ദിസ് വിൽ ബി ഇൻ പോസിറ്റീവ് സൈക്കിൾ. ഇൻ നെഗറ്റീവ് സൈക്കിളിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇൻ നെഗറ്റീവ് സൈക്കിളിൽ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ഡയോഡ് ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ റിവേഴ്സ് ബയാസ് ആക്കിക്കൊണ്ടിരിക്കും. സോ ഈ ബ്രാഞ്ച് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ആ അവസ്ഥയിൽ. സോ യു ക്യാൻ ഓൺലി കൺസിഡർ ദിസ് ബ്രാഞ്ച്. ആൻഡ് അപ് ടു 5 വോൾട്ടേജ് വരെ ഡയോഡ് D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ, അപ് ടു 5 വോൾട്ടേജ് ഇറ്റ് വിൽ ബി റിവേഴ്സ് ബയാസ്. സോ ആഫ്റ്റർ ദാറ്റ് it will be act as a closed circuit. So you will get a waveform like this. So this is a double side clipper and this is a shunt clipper, and this is also we can be says that this is a biased clipper. Okay, so it's a combination parallel clipper. These types of circuit can be said that this is a combination parallel clipper. How this transfer curve will look like? ട്രാൻസ്ഫർ കർവ് എങ്ങനെയായിരിക്കും ഈ സർക്യൂട്ടിൻ്റെ? സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ആൻഡ് അപ് ടു 4 വോൾട്ടേജ് ഇൻ ഫോർവേഡ് ബയാസ് ഇറ്റ് വിൽ ബി കണ്ടക്ടിങ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് ഇൻപുട്ട് പ്ലസ് വി ഇൻ, ദിസ് ഈസ് പ്ലസ് വി ഔട്ട്, ദിസ് ഈസ് മൈനസ് വി ഇൻ, ദിസ് ഈസ് മൈനസ് വി ഔട്ട്. So up to plus 4 voltage we will get output plus 4 voltage as a linear curve. After that it will be saturate or it will be steady DC voltage, and in a reverse bias it will be like this, minus 5 voltage, minus 5 voltage. Okay, this will be the transfer curve. ഹോപ്പ് ദിസ് പോർഷൻ ഈസ് വെരി ക്ലിയർ ടു യു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കഴിവതും ആളുകൾ നിങ്ങളൊന്ന് ഇൻട്രാക്ട് ചെയ്യണം. നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാതായിട്ട് ഇരിക്കരുത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും, ബട്ട് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്ന്. അപ്പം നിങ്ങൾ ചോദിക്കുന്നതിനൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക, കഴിവതും ആൻസർ ചെയ്യാൻ നോക്കുക. ദെൻ ഈവൻ ഓൺലൈനിൽ കാണുന്നവരാണെങ്കിലും യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതെങ്കിലും പോർഷൻ ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് അയക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അയക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇതൊക്കെ ഈ പ്രോബ്ലംസൊക്കെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസാണ്. അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും എടുത്തു പറയുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഈ തരുന്ന അസൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ ഹോംവർക്കുകൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈവൻ ഒരു 1% ഡൗട്ട് ഉള്ളൂങ്കിലും നിങ്ങളത് എനിക്ക് അയച്ചു തരണം. നിങ്ങൾക്ക് 100% ഉറപ്പാണെങ്കിൽ നിങ്ങൾ അയച്ചു തരണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ഈവൻ ഒരു ചെറിയ ഡൗട്ടുണ്ട്, അത് ആൻസർ ശരിയാണോ ഒന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരിക. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും അയച്ചു തരാൻ കുഴപ്പമില്ല. Okay, so like that we can also use Zener diode for the clipper circuit. How we can be use Zener diode as a clipper circuit? So we can just check clipper circuit using Zener. Okay, Zener diode, we know that this is a voltage follower circuit, so we can be simply put a Zener diode. Consider we are putting a 5 voltage Zener diode, and we are again given 10 sin omega t as input. We are taken output across the Zener diode.
So what will be the waveform? You can just check. This is 10 voltage, this is minus 10 voltage, this is my V in and this is my V out. Okay, so in positive cycle this is plus and minus like this. So up to 5 voltage this will be just simply act as a diode, because diode in the reverse bias lana. So up to 5 voltage vare ee diode ennu parayunnathu diode എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിനാണ്. റിവേഴ്സ് ബയാസിലാകുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ എന്താണോ വി ഇൻ അത് തന്നെ വി ഔട്ട് കിട്ടും. ഓക്കെ, സോ അപ് ടു 5 വോൾട്ടേജ് വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഓക്കെ, സോ കൺസിഡർ up to 5 voltage you will get output, because this Zener diode is in open circuit. After 5 voltage what will happen? It will be act as a regulator, because it will be reaches this breakdown region, and so we will get a breakdown voltage. Breakdown voltage is 5 voltage. So across this Zener diode we will get the Zener breakdown voltage. That means that 5 voltage. So it will be stabilized. The voltage is stabilized across the Zener diode, because it is in a reverse bias, and the breakdown voltage is 5 voltage. So above input, whenever the input is above 5 voltage, it will be in a breakdown region. So it will be regulate the voltage. So the output will be like this. Okay. Hope this is clear. And in what happened to the negative cycle? Negative cycle, here it is plus, here it is negative. So the diode is in forward bias. Whenever the diode is in forward bias, what will happen? You will not get any output, because this is just like a conducting line. In forward bias, Zener diode or common diode, whatever the diode, it is having same characteristics, because it will be simply act as a closed switch. So you will not get any output. Okay, that is output is 0. When we go to the transfer curve, it is very simple. So okay, transfer curve in positive cycle up to 5 voltage it will be like this, and in negative cycle you will not get any output. So the transfer curve will be look like this. Okay, hope this is clear. This is my transfer curve. Okay, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. Then easily we can also do the the combination clipper using this Zener diode. How we can make the combination clipper? Combination, സംടൈംസ് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിപ്പർ ചോദിക്കുക Zener ഡയോഡ് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതോടെ പറയുന്നത് കോമ്പിനേഷൻ ക്ലിപ്പർ യൂസിങ് Zener ഡയോഡ്. അപ്പോൾ Zener ഡയോഡ് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്ത് കളയാം, ഈസിലി ക്ലിപ്പ് ചെയ്ത് കളയാം, വിത്തൗട്ട് യൂസിങ് ദ ഹെൽപ്പ് ഓഫ് എ സെൽ ഓർ ബാറ്ററി. നമ്മൾ സാധാരണ ഡയോഡ് വെച്ചിട്ടാകുമ്പോൾ ഒരു പോർഷൻ മാത്രം, ഒരു പോസിറ്റീവ് സൈക്കിളിൻ്റെയോ നെഗറ്റീവ് സൈക്കിളിൻ്റെയോ ഒരു പോർഷൻ മാത്രം ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു ബയാസിങ് കൊടുക്കേണ്ടതായിട്ടിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ പ്രോപ്പർലി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷൻ മാത്രം ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയാൻ പറ്റും യൂസിങ് ദിസ് Zener diode. സോ ഐ ഓൾസോ നീഡ് ടു മേക്ക് എ കോമ്പിനേഷൻ ക്ലിപ്പർ. കൺസിഡർ എനിക്ക് പോസിറ്റീവിൽ എനിക്ക് ഒരു പോർഷൻ മാത്രം ക്ലിപ്പ് ചെയ്യണം, നെഗറ്റീവിൽ ഒരു പോർഷൻ മാത്രം ക്ലിപ്പ് ചെയ്യണം. സോ how I can make, so let I am having circuit like this. Okay, I am having a breakdown voltage
consider this is D1 and D2. D2 having a breakdown voltage of 3 voltage. Let this is having 3 voltage, and let this is having some different voltage like 7 voltage or something like that. Okay, I am again given 10 sin omega t as the input. I am taken output across this one. Okay, so I just want to draw the input and output waveform. Positive cycle and negative cycle. This is plus 10 voltage and this is minus 10 voltage. Okay. Okay. What happened to the positive cycle? In positive cycle, the diode D2 is in forward bias. Okay, diode D2 is in forward bias, so it can be act as a closed switch. Okay, but diode D1 is in reverse bias. Okay, so up to 3 voltage it will be in reverse bias. So that what will happen? Up to 3 voltage it will be act as an open switch. So what will happen? Up to 3 voltage I will get an output because this is open circuit. After 3 voltage what will happen? After 3 voltage it will be act as a this diode D2 is already is in forward bias, so it will be act as a closed switch, and you only consider diode D1. ഇത് എപ്പോഴും ക്ലോസ്ഡ് സ്വിച്ച് ആയിരിക്കും പോസിറ്റീവ് സൈക്കിളിൽ, ആൻഡ് D1 3 വോൾട്ടേജ് വരെ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ആഫ്റ്റർ 3 വോൾട്ടേജ് വാട്ട് വിൽ ഹാപ്പൻ? It will be simply 3 voltage. So the output is simply plus 3 voltage. Okay, in the positive cycle. And in negative cycle what will happen? Negative cycle it will be like this. So in negative cycle diode D1 is always in forward bias. Okay, diode D1 is always forward bias and D2 is reverse bias. D2 is reverse bias up to minus 7 voltage. After that, so this is minus 7 voltage. After that what will happen? It will be get into breakdown region. So in breakdown region we will get a constant voltage like this. Okay, so we can make combination clipper also using this Zener diode. Okay, double side clipper, combination clipper can be also made by the help of this Zener diode. Okay, hope this is clear. ഞാൻ എപ്പോഴും എല്ലാത്തിൻ്റെയും കൂടെ ട്രാൻസ്ഫർ കർവ് വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് വേവ് ഫോം അല്ല ട്രാൻസ്ഫർ കർവായിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ട്രാൻസ്ഫർ കർവ് വൺസ് വേവ് ഫോം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ കർവ് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. So it will be like this. Up to 3 voltage in positive cycle it will be like this, and up to 7 voltage negative cycle it will be like this. This is minus 7 voltage, this is plus 3 voltage, like that. Okay, so the transfer curve will be look like this. Hope this is clear. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണോ? Okay, then we can go for a problem. That problem were asked in a net previous year question. So this is Q1, Q2, this is Q2. Okay, so we can have a Zener diode. And we can have another diode. That diode is in series connection. This is a very interesting question. അപ്പം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊരു പ്രീവിയസ് ഇയറിൽ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 6 sin omega t. I am applying 6 sin omega t, and here the Zener
voltage is 2 voltage. Zener diode voltage is 2 voltage, and this diode is D1, demarked as D1, and this is D2. And here in this problem, diode D2, here in this problem, diode D1 is a Zener diode with breakdown voltage Vz 2 voltage, and D2 is a normal diode. With cut-in voltage 0.7 voltage. What is cut-in voltage? So it is not an ideal diode. It is having a cut-in voltage, because in forward bias also this diode is having a 0.7 voltage drop. ഓക്കെ, നമ്മൾ ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഐഡിയൽ ആയിട്ടുള്ള ഡയോഡായിരുന്നു. ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത് ഈവൻ ഒരു 0.1 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞാലും അത് കണ്ടക്റ്റിംഗ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ള അപ്രോക്സിമേഷനിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ഹിയർ ഇൻ ദിസ് പ്രോബ്ലം ദേ വെർ ഗിവൺ ആസ് ദർ ഇസ് എ കട്ട് ഇൻ വോൾട്ടേജ് ആൻഡ് ദി കട്ട് ഇൻ വോൾട്ടേജ് ഈസ് 0.7 വോൾട്ടേജ്. അപ്പോൾ ഈവൻ 0.7 വോൾട്ടേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ദിസ് ഡയോഡ് D2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ. പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഡ്രോ ദി ട്രാൻസ്ഫർ കർവ് ഓഫ് ദ സർക്യൂട്ട്. ഡ്രോ ദി ട്രാൻസ്ഫർ കർവ് ഓഫ് ദ സർക്യൂട്ട് എന്നായിരുന്നു പ്രോബ്ലം. ഓക്കെ, സോ ഐ ക്യാൻ ഡ്രോ ദ വേവ് ഫോം, ഇൻപുട്ട് വേവ് ഫോം. ഇനീഷ്യലി what is the input wave form, what is the output wave form. Okay, so let positive cycle, negative cycle, S is voltage, -6 voltage. So this is the input. Okay, so what happened to the positive cycle and negative cycle? What happened to the positive cycle? നിങ്ങൾ ഇത് ഈ പ്രോബ്ലം വളരെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക? പോസിറ്റീവ് സൈക്കിളിൽ സോ ദീസ് here it is plus, here it is minus. So diode D2 is in forward bias, isn't it? Diode D2 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആയിരിക്കും. എപ്പോഴാണ് ഫോർവേഡ് ബയാസ് ആവുന്നത്? ക്ലോസ്ഡ് സ്വിച്ച് ആവുന്നത് 0.7 വോൾട്ടേജിന് ശേഷം മാത്രമേ diode D2 forward bias ആവുള്ളൂ. Up to 0.7 voltage, so the diode D2 can be considered as in reverse bias, or we can be considered as it is in open switch up to 0.7 voltage. Okay, hope this is clear. Then what will happen? In positive cycle, initially 0.1 voltage ആയി, 0.2 voltage ആയി, 0.3 voltage ആയി, 0.4 voltage ആയി, 0.6 voltage ആയി, 0.7 voltage ആയി, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലാണിത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? 0 to 0.7 വോൾട്ടേജിൽ എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വാട്ട് ഈസ് മൈ ഔട്ട്പുട്ട് വെൻ ദ ഇൻപുട്ട് റേഞ്ച് ഈസ് 0 to 0.7? ആർക്കെങ്കിലും പറയാമോ? പോസിറ്റീവ് സൈക്കിളിൽ 0 to 0.7 വോൾട്ടേജിൽ എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആരെങ്കിലും പറയാമോ? ഹരി, ഒന്ന് പറഞ്ഞു നോക്കാമോ? ഇത് നെറ്റിന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. 0 to 0.7 എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? ഹരി ഉണ്ടോ ഓൺലൈനിൽ?
0 to 0.7 വോൾട്ടേജിൽ എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കാമോ? അല്ല, 0 to 0.7 വോൾട്ടേജിൽ ഇൻപുട്ട് 0 to 0.7 വോൾട്ടേജിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? ഇൻപുട്ടിൽ 0 to 0.7 ഉള്ളൂ. ഇൻപുട്ടിൽ 0 to 0.7 വോൾട്ടേജ് ഉള്ളൂ. ഇവിടെ നമ്മൾ വേറെ ബാറ്ററി ഒന്നും സപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻപുട്ടിനേക്കാളും കൂടുതലൊരു വോൾട്ടേജ് എന്താണെങ്കിലും ഔട്ട്പുട്ടിൽ ഒരിക്കലും കാണിക്കില്ല ഈ സർക്യൂട്ടിൽ. അപ്പം ഞാൻ തന്നെ ഇത് പറയാം, കാരണം ഇത് കുറച്ച് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളൊരു അത് കുറച്ചുകൂടി ഒന്ന് ആലോചിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഡയോഡ് D2 നോർമൽ ഡയോഡാണ്, അതിന് കട്ടിൻ വോൾട്ടേജ് 0.7 ഉണ്ട്. ഓക്കെ, ഇൻ ഫോർവേഡ് ബയാസിൽ കറണ്ടിൻ്റെ ഫ്ലോ ഇങ്ങനെയായിരിക്കണം എന്ന് നമുക്കറിയാം. ഇങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയാം. അപ്പം ഇവിടെ ഇൻ ഫോർവേഡ് ബയാസിൽ D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലാണ്. D1 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഇത് ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. ഇനീഷ്യലി ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. സോ നമ്മൾ ഔട്ട്പുട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to ശരിക്കും ഈ ഡയോഡ് D2 ഇല്ലാത്ത അവസ്ഥയിൽ എന്തായിരിക്കും സംഭവിക്കുക? ഡയോഡ് D2 ഇല്ല, ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ക്ലോസ്ഡ് സ്വിച്ച് ചുമ്മാ ഒരു കണ്ടക്റ്റിംഗ് ലൈൻ ആണെങ്കിൽ എന്ത് സംഭവിച്ചേനെ? 0 to 2 വോൾട്ടേജിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയേനെ. 2 വോൾട്ടേജ് കഴിയുമ്പോൾ അത് സാച്ചുറേറ്റ് ആയേനെ. അങ്ങനെ ഒരു ഔട്ട്പുട്ടായിരുന്നു എനിക്ക് കിട്ടുന്നത്. ആൻഡ് നെഗറ്റീവ് സൈക്കിളിൽ എനിക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു വൺ സൈഡ് ക്ലിപ്പർ യൂസിങ് ദ സെനർ ഡയോഡായിരുന്നു. ഇവിടെ ആകെയുള്ള വ്യത്യാസം നമ്മളൊരു ഡയോഡ് D2 വെച്ചു എന്നുള്ളതാണ്, നോർമൽ ഡയോഡ് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് സൈക്കിളിൽ മാത്രമാണ് വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ. കാരണം എന്താ? പോസിറ്റീവ് സൈക്കിളിൽ അപ് ടു 0.7 വോൾട്ടേജ് വരെ ഈ ടെർമിനൽ ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഇവിടെ സീരീസ് കണക്ഷനിൽ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ വിൽ നോട്ട് ബി ഗെറ്റ് എനി ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം 0 to 0.7 എനിക്ക് ഔട്ട്പുട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഈ ഡയോഡ് D2 ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. സോ കൺസിഡറിങ് പോസിറ്റീവ് സൈക്കിൾ, ഐ ജസ്റ്റ് വാണ്ട് ടു അനലൈസ് ദിസ്. വെൻ 0 to 0.7 വോൾട്ടേജ് when Vin is in 0 to 0.7 voltage, what will happen? When the input is 0 to 0.7 voltage, D2 is open because it is having cutting voltage of 0.7 voltage. 0.7 voltage cutting voltage ഉണ്ട്. Okay, D2 open circuit ആണ്. So up to 0 to 0.7 voltage I saw the Vout will be 0 voltage. There is no doubt. അപ്പോൾ 0 to 0.7 വോൾട്ടേജ് ഇൻപുട്ടിൽ 0.7 ആയിരിക്കും. ആഫ്റ്റർ 0.7 വോൾട്ടേജ്, ആഫ്റ്റർ ദിസ് കട്ടിൻ വോൾട്ടേജ്, ദ ഡയോഡ് D2 ഈസ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഡയോഡ് D2 ക്ലോസ്ഡ് സ്വിച്ച് ആയി പോകും. ഓക്കെ, ദെൻ അപ്പോൾ എൻ്റെ ഇൻപുട്ട് 0.7 വോൾട്ടേജ് ഉണ്ട്. ദെൻ 0.7 വോൾട്ടേജിൽ നിന്ന് ഞാൻ ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ 0.8 വോൾട്ടേജ് ആയി. സോ വാട്ട് വിൽ ബി മൈ ഔട്ട്പുട്ട്? 0.8 വോൾട്ടേജിൽ എനിക്ക് എന്താണ്? ദ ഡയോഡ് D1 എന്ന് പറയുന്നത്, ഡയോഡ് D1 എന്താണ്? ഡയോഡ് D1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ക്ലോസ്ഡ് ആയി, ഇത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ഇൻപുട്ടിൽ വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് ഔട്ട്പുട്ടിൽ അതിൻ്റെ വേരിയേഷൻ കിട്ടും. ഇത് ഓപ്പൺ ആയ കാരണം, പാരലൽ സർക്യൂട്ട് ഓപ്പൺ ആയ കാരണം. സോ ഐ വിൽ ഗെറ്റ് an ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. എവിടം വരെ കിട്ടും? എനിക്ക് 2 വോൾട്ടേജ് വരെ കിട്ടും. 2 വോൾട്ടേജ് കഴിയുമ്പോൾ it will be just act as a clipper circuit. Okay, so when my input here is 2.7 voltage, 2.7 voltage ആകുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? 2 വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. ഔട്ട്പുട്ട് ഈസ് 2 വോൾട്ടേജ് ബിക്കോസ് ഒരു 0.7 വോൾട്ടേജ് ഓൾറെഡി ഈ ഡയോഡ് D2 ക്ലോസ് ആയിട്ട് ഡ്രോപ്പ് ആയി. സോ then after that it will be get saturated, and then in this range it will be like this. Okay, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇത് ഞാൻ ഈ വരച്ചാണ് ക്ലിയർ ആയോ? ഹരി, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്?
ഓക്കെ. അപ്പം ഇൻപുട്ട് 2.7 വോൾട്ടേജ് ആകുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 വോൾട്ടേജ് ഉണ്ടാവുള്ളൂ, കാരണം ഇവിടെ ഒരു 0.7 വോൾട്ടേജ് ഓൾറെഡി ഡ്രോപ്പ് ആയിപ്പോയി. ഓക്കെ, സോ in positive cycle the waveform will be look like this. What happened to the negative cycle? Negative cycle എന്തായിരിക്കും? Here it is positive and here it is negative. So the diode D2 is in reverse bias. When the diode D2 is in reverse bias, what will happen? It will be act as an open switch. Open switch. Series ഒരു open switch വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there will be no current flow. So the output will not get from that circuit. So you will not get any output at the negative cycle. So up to 0 to 0.7 V out is 0 voltage. When input is greater than 0.7 voltage, then Zener diode output from Zener diode is same as input minus 0.7 voltage, because already 0.7 voltage നമ്മൾ ഡ്രോപ്പ് ആക്കി, ഡയോഡിനെ ക്രോസ് ആയിട്ട് ആ സീരീസ് ഡയോഡിനെ ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആക്കി. സോ റിമൈനിങ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും. After we gets 2.7 voltage, the output of Zener diode, output across the Zener diode is 2 voltage and regulated. കാരണം അതിന് മേലെ ആയി കഴിഞ്ഞ് 2 വോൾട്ടേജ് വെച്ചിട്ട് റെഗുലേറ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ക്ലിയർ. ഞാൻ എൻ്റെ വേർഡ്സിലാണ് ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദി ട്രാൻസ്ഫർ കർവ്? ട്രാൻസ്ഫർ കർവ് വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞായിരുന്നു. സോ ലെറ്റ് അപ് ടു 0.7 വോൾട്ടേജ്, ഓക്കെ, up to input is 0.7 voltage, there will be no output. After that 0.7 voltage you will get output. So up to 0.7 voltage, let this is 0.7 voltage, you will not get any output. After that you will get output. Let this is 2.7 voltage, 2.7 voltage. At that time this is 2 voltage. Okay, then it is saturated. It will be like this. So in negative cycle you will not get any output, so it will be like this. So this is the waveform, this is the transfer curve of the circuit. Okay, once waveform വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ കർവ് വരയ്ക്കാൻ സുഖമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ you have to draw the waveform, output waveform. Okay, അപ്പോൾ this is clear. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ നെറ്റിന് ചോദിച്ചാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. രണ്ട് കൺസെപ്റ്റും സീരീസും പാരലലും അതിൻ്റെ ക്ലിപ്പർ സർക്യൂട്ടുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. രണ്ടിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കറക്റ്റായാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ദിസ് ഈസ് ക്ലിയർ. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ഫോർ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സർക്യൂട്ട്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് എക്സാം ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാമുകളുണ്ടാവും. എക്സാമിന് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലം കൂടി ഞാൻ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബെറ്റർ ഐഡിയ ആവും. ഓക്കെ, then we can also just move on to clamper circuit. What is clamper circuit? ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിപ്പർ സർക്യൂട്ട് നമ്മൾ നോക്കിയായിരുന്നു. അതെന്ന് പറയുന്നത് വേവ് ഫോമിനെ അതിനെ ക്ലിപ്പ് ചെയ്തു ഒരു പോർഷനോ ഒക്കെ ക്ലിപ്പ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ക്ലിപ്പർ സർക്യൂട്ടിൽ നമുക്ക് ഡയോഡ് ഉണ്ടാവും, റെസിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ബയാസ്ഡ് ക്ലിപ്പേഴ്സ് ആണെങ്കിൽ DC സോഴ്സുകളുണ്ടാവും. ഓക്കെ, ക്ലിപ്പർ സർക്യൂട്ടിൽ. ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേവ് ഫോമിന് ഒരു വ്യത്യാസവും വരുത്തില്ല, വേവ് ഫോമിൻ്റെ ഷേപ്പിന് ഒരു വ്യത്യാസവും വരുത്തില്ല.
ജസ്റ്റ് ക്ലാമ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ക്ലാമ്പ് ചെയ്യുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു DC വോൾട്ടേജ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക അതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ വേവ് ഫോമിന്, വേവിൻ്റെ ആ ഷേപ്പിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഓക്കെ, സോ വാട്ട് ഈസ് എ ക്ലാമ്പർ സർക്യൂട്ട്? ക്ലാമ്പർ നെറ്റ്വർക്ക് ഷിഫ്റ്റ് എ DC level only. Clamper circuit shift a DC level without changing the appearance of the signal. അപ്പോൾ ഒരു സൈനസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ സൈനസോയിഡൽ സിഗ്നൽ തന്നെയായിരിക്കും ക്ലാമ്പറിൻ്റെ ഔട്ട്പുട്ട്, ബട്ട് ഒരു DC ലെവല് ആഡ് ചെയ്തിട്ടുണ്ടാവും, changing the appearance of the signal. Okay, so commonly we use a diode plus capacitor circuit to achieve clamper circuit. Okay, fine. Then next we can go for ഞാൻ പെട്ടെന്ന് പോവാണ്. നെഗറ്റീവ് ക്ലാമ്പർ, നെഗറ്റീവ് ക്ലിപ്പർ പോലെ നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് ഞാനൊന്ന് വരയ്ക്കാൻ പോവാണ്. നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടിൽ how we can consider, we can having a capacitor and consider we can having a diode. And ഈ ഡയോഡിനെ ക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്ററോടെ ഞാൻ വെച്ചു. ദിസ് ഇസ് ഔട്ട്പുട്ട്. ഇതിനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, കപ്പാസിറ്റർ. ദാറ്റ് ഐ ആം പുട്ടിങ് എ സ്ക്വയർ വേവ്. ഇനീഷ്യലി ഞാനൊരു സ്ക്വയർ വേവ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ. ഇനീഷ്യലി ഇത് പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിളുണ്ട്. ഒരു സ്ക്വയർ വേവ് ആണ്. Consider we are applying 10 voltage. This is plus 10, this is minus 10 voltage, and we are taking the output. Okay. Consider this is my square wave, positive cycle, negative cycle, and this is plus 10 voltage and this is minus 10 voltage. Okay, this is 0. What happened to the positive cycle? Positive cycle, the diode D is in forward bias because this is positive and this is negative. What happened? So there is a current flow in this direction. So the capacitor will be charged. ഇവിടെ ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ capacitor gets charged up to 10 voltage because this is a 10 voltage we are applying. So the voltage across the capacitor is become 10 voltage in forward bias. At that time, because this diode is in forward bias, diode forward bias ആയത് കാരണം തന്നെ ഔട്ട്പുട്ട് ആ സമയത്ത് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് സൈക്കിൾ, very first cycle. Okay, then what will happen? So in positive cycle there will be no zero output like this. In the negative cycle, what will happen? In negative cycle, here it is positive and here it is negative. So diode D is in reverse bias, and also the capacitor is charged up to 10 voltage. So ഇങ്ങനെയാണ് ചാർജ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ദിസ് ഇസ് പോസിറ്റീവ്, നെഗറ്റീവ്. സോ നമ്മളൊരു DC വോൾട്ടേജ് വെച്ചതുപോലെ തന്നെ ഇരിക്കും. ദെൻ വി ആർ അപ്ലൈങ് എ നെഗറ്റീവ് സൈക്കിൾ. സോ ഇതിനെ ആഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് തന്നെയായിരിക്കും. അപ്പോൾ ഇനീഷ്യൽ സൈക്കിളിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, 0 voltage. After that, what will happen? So in just I am given the wording. Input positive cycle, capacitor gets charged up to 10 voltage. Okay, in negative cycle, input negative cycle
and output is 0 voltage. First cycle output is 0 voltage, and in negative cycle what will happen? So capacitor charge Vc plus V in is my V out. Why Vc plus V in? This diode is open circuit and I am applying V in, so Vc plus V in. What is Vc? Capacitor is charged up to 10 voltage, so I will get 20 voltage. Here I am getting 20 volt, minus 20 volt. So that is why it is known as a negative clamper circuit. നെഗറ്റീവ് സൈഡിലേക്ക് ക്ലാമ്പ് ചെയ്തു. ഇതിൻ്റെ വേവ് ഫോമിന് ഷേപ്പ് ഒന്നും വന്നില്ല. നമ്മളിത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷിഫ്റ്റാണ് വന്നോളൂ. ഇതാണ് 10 വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് 0 വോൾട്ടേജ് ആണ്. ഇതാണ് -10 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളൊരു വേവ് ഫോമിൻ്റെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ സെയിം സ്ക്വയർ വേവ് തന്നെ കിട്ടി. ഓക്കെ, ഇനി ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സ്ക്വയർ വേവ് ഐ ആം അപ്ലൈയിങ് എ സൈനസോയിഡൽ വേവ്. വാട്ട് വിൽ ഹാപ്പൻ? I am applying a sinusoidal signal like this. Okay, അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ, ഈവൻ ദ ഫസ്റ്റ് സൈക്കിളിൽ ഇത് കപ്പാസിറ്റർ ചാർജ് ചെയ്ത്, പോസിറ്റീവ് സൈക്കിളിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ വിൽ വാട്ട് ഹാപ്പൻ? അങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദെൻ വി ക്യാൻ ബി കൺസിഡർ ദിസ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് കപ്പാസിറ്റർ വി ക്യാൻ ബി കൺസിഡർ ആസ് എ ഡി സി സോഴ്സ്. ഒരു ഡി സി സോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ തന്നെ അത് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര വോൾട്ടേജ് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇതിപ്പോൾ 10 വോൾട്ടേജ് പീക്ക് ടു പീക്ക് 10 വോൾട്ടേജ് ആണ്, +10 വോൾട്ടേജ് ആണ് ഇവിടെ എന്ന് വിചാരിക്കുക, -10 വോൾട്ടേജ് ആണ് ഇവിടെ എന്ന് വിചാരിക്കുക, -10 വോൾട്ടേജ് ആണ് ഇവിടെ എന്ന് വിചാരിക്കുക. സോ +10 വോൾട്ടേജ് അതിനകത്ത് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫസ്റ്റ് സൈക്കിളിൽ തന്നെ. സോ നമ്മൾ പക്ഷെ വേവ് ഫോം വരയ്ക്കുമ്പം ഫസ്റ്റ് ഇനീഷ്യൽ സൈക്കിളിലുള്ള വേവ് ഫോം അല്ല വരയ്ക്കുക. ഇനീഷ്യൽ സൈക്കിളിലുള്ള വേവ് ഫോം അല്ല. ഇനീഷ്യലി ദ ക്ലിപ്പർ ഗെറ്റ്സ് ചാർജ്ഡ് അപ് ടു, കപ്പാസിറ്റർ ഗെറ്റ്സ് ചാർജ്ഡ് അപ് ടു 10 വോൾട്ടേജ്. അപ്പം -10 വോൾട്ടേജ് നമുക്ക് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ വേവ് ഫോം വരയ്ക്കുക. പക്ഷേ ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇത് -10 വോൾട്ടേജ് എന്ന് പറഞ്ഞത്? ഇപ്പം ഞാൻ സിഗ്നലൊന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഈ സർക്യൂട്ടിലെ ഇൻപുട്ടിലെ സിഗ്നലൊന്നും കൊടുക്കുന്നില്ല എന്ന് പറയുക. ഞാൻ പറഞ്ഞു കപ്പാസിറ്റർ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ വി ക്യാൻ ബി റീപ്ലേസ് ദ കപ്പാസിറ്റർ ബൈ എ സെൽ വിത്ത് ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴേന്ന് മേളിലേക്കായിരിക്കും. താഴേന്ന് മേളിലേക്കുള്ള കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് കറണ്ടായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം സോ വി വിൽ ഗെറ്റ് എ -10 വോൾട്ടേജ്. സോ ഇനീഷ്യലി ഒരു ഡി സി സെല്ലിൽ -10 വോൾട്ടേജ് ഉണ്ടാവും. ഇനി ഞാൻ എൻ്റെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുകയുള്ളൂ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് നെഗറ്റീവ് പീക്ക് വോൾട്ടേജ് ഈസ് -20 voltage. Okay, so you will get a waveform like this. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡി സി ലെവല് ക്ലാമ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു, ഇൻ നെഗറ്റീവ് സൈക്കിൾ ഔട്ട്പുട്ട് ഈസ് നത്തിങ് ബട്ട് വി ഔട്ട്. ഇൻ നെഗറ്റീവ് സൈക്കിൾ വാട്ട് എവർ ദ സൈക്കിൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് -Vc plus Vm sin omega t. That is the output. -Vc plus Vm sin omega t. ഓക്കെ, 0 വോൾട്ടേജ് ആണെങ്കിൽ എനിക്ക് -Vc വോൾട്ടേജ് ആയിരിക്കും, -10 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഇനി ഞാൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതാവും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ക്ലാമ്പർ സർക്യൂട്ട്. ഇനി ഇപ്പോൾ ഡയോഡ് ഞാനൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് ക്ലാമ്പർ. കാരണം പോസിറ്റീവ് സൈക്കിളിൽ ഇതല്ല, നെഗറ്റീവ് സൈക്കിളിലായിരിക്കും എനിക്ക് ചാർജ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ നമുക്ക് ആ രീതിയിലായിരിക്കും കിട്ടുക. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ദെൻ വി ക്യാൻ ഹാവ് ഇൻ ബയാസ്ഡ് ക്ലിപ്പർ. ബയാസ്ഡ് ക്ലിപ്പറിൽ എന്താ സംഭവിക്കുക? ഒരു ലെവലിലേക്ക് ബയാസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ബയാസ്ഡ് ക്ലിപ്പറോടെ ഞാനൊന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? എങ്ങനെയാണ് വേവ് ഫോം വന്നതെന്ന് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.
in biased clamper, what will happen? I am given a DC source. And by the DC source I am getting reverse bias. Consider this is a 2 voltage battery and diode D is in reverse bias, and I am applying this same 10 sin omega t. This is voltage across the capacitor. Okay, so in the first cycle what will get? The capacitor gets charged up to 2 voltage 8 voltage വരെയാണ് ചാർജ് ചെയ്യുള്ളൂ. കപ്പാസിറ്റർ ചാർജ് എന്ന് പറയുന്നത് 8 voltage വരെ ചാർജ് ചെയ്യുള്ളൂ. വൈ 8 voltage വരെയാണ് ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈക്കിളിൽ -8 voltage വരെ ചാർജ് -8 voltage എന്ന് പറയാൻ കാരണം ഇപ്പം പോസിറ്റീവ് സൈക്കിൾ ഇപ്പം ഞാൻ പറഞ്ഞു ഈ സെല്ലില്ലായിരുന്നെങ്കിൽ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഗെറ്റ്സ് ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കപ്പാസിറ്റർ ചാർജ് ചെയ്യുക. സോ ദിസ് വിൽ ബി പോസിറ്റീവ്, ദിസ് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഈ സർക്യൂട്ട് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇനി ഞാൻ ഈ കപ്പാസിറ്റർ മാത്രമേ വെക്കുന്നുള്ളൂവെങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെ വെച്ചിട്ടുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. താഴെ നിന്ന് മുകളിലേക്കായിരിക്കും. താഴെ നിന്ന് മുകളിലേക്കുള്ള കറണ്ടിനെയാണ് നമ്മൾ നെഗറ്റീവ് കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ 10 voltage പീക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മാക്സിമം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് 8 voltage ആയിരിക്കും. കാരണം എന്താ 8 voltage വരെ ചാർജ് ചെയ്യാൻ കാരണം ഇത് 2 voltage കഴിഞ്ഞാണ് ഇത് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. ഓക്കെ, ഇൻ പോസിറ്റീവ് ഇതിനകത്ത് 2 voltage വരെ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും. 2 voltage കഴിയുമ്പോൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് കണ്ടക്റ്റിംഗ് ലൈനായിട്ട് ആക്ട് ചെയ്യുക. സോ ദാറ്റ് മീൻസ് വി സി എന്ന് പറയുന്നത് 10 - 2 ആണ്. ഓക്കെ, 10 - 2 voltage വരെയാണ് ചാർജ് ചെയ്യുള്ളൂ. സോ -8 voltage വരെയാണ്. അപ്പോൾ നമുക്ക് എന്തോരം ക്ലാമ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു വേരിയബിൾ സപ്ലൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലാമ്പ് ചെയ്യുന്നത് മേളിലേക്ക് ഉയർത്തുകയോ താഴ്ത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ സിഗ്നൽ ഇനീഷ്യലി എൻ്റെ സിഗ്നൽ എങ്ങനെയായിരിക്കും? സോ മൈ സിഗ്നൽ വിൽ ബി ലുക്ക് ലൈക്ക് ഇനീഷ്യലി ഒരു സൈനസോയിഡൽ സിഗ്നൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് 0, ദിസ് ഇസ് +10, this is -10. So initially the capacitor gets charged into -8 voltage. So VC is -8 voltage. So what will be my Vout? Anytime Vout -8 plus 10 sin omega t, Vm sin omega t. So 10 sin omega t. So initially it is -8 voltage. Even it's 0 voltage -8 voltage ആണുള്ളത്. Then എന്ത് സംഭവിക്കും? It will be like this. And in forward bias maximum voltage, this is +2 voltage. Then again it will be like this. So the maximum peak voltage, negative peak voltage is -18 voltage. Okay, so it will be like this. The waveform will be look like this. So we can adjust this clamping level by varying the supply. നമുക്ക് സപ്ലൈ വേരി ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാമ്പിംഗ് ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് എ നെഗറ്റീവ് ക്ലാമ്പർ. പോസിറ്റീവ് ക്ലാമ്പർ ആക്കണമെങ്കിൽ നിങ്ങൾ ഡയോഡ് ഒന്ന് തിരിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് വെരി ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇന്നത്തെ ക്ലാസ് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.